യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ആയിരിക്കും. നമുക്കറിയാം, കർത്താവ് ദാനമായിട്ട് അനുഗ്രഹിച്ച് നൽകിയ ഭവനത്തിന്റെ ആശീർവാദത്തിൽ പങ്കുകൂടാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ദൈവത്തിന് നന്ദി അർപ്പിക്കാം. എല്ലാ തടസ്സങ്ങളും മാറ്റി നല്ലൊരു ഭവനം നമ്മെ അനുഗ്രഹിച്ച ഈശ്വര വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുടുംബങ്ങളെ സാമ്പത്തികമായിട്ട് ചെലവഴിച്ച എല്ലാവരെയും, പണിതവരെയും, അയൽവാസികൾ, ബന്ധുക്കളെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, വത്സരനിധിയായ ദൈവം തന്റെ പൈതൃകമായ സംവിധാനത്താൽ കുടുംബത്തെ മനുഷ്യവർഗത്തിന് അടിസ്ഥാനമായിട്ട് സ്ഥാപിച്ചുവല്ലോ. അവിടുത്തെ തിരുകുമാരൻ വളർന്നു മാതൃകയിൽ എല്ലാ അംഗങ്ങളും പരസ്പര ധാരണയും ഐക്യത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ ഭാവത്തിൽ ജീവിക്കുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവരുടെ ജീവന്റെ പ്രകാശം. നമുക്ക് പ്രാർത്ഥിക്കാം. 2 3 പറയുന്ന നാമത്തിൽ ഒരുമിച്ച് കൂടുന്നത് അവിടെ മധ്യം അങ്ങേ നാമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെ പാർക്കണമേ. സക്കേവസിന്റെ ഭവനം സന്ദർശിച്ച് ആ കുടുംബത്തിന് രക്ഷ പ്രദാനം ചെയ്ത ഈശോയെ അങ്ങേ സന്ദർഭ സാന്നിധ്യത്താൽ ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവോസ് എന്ന പേരായ അവനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. ഒപ്പം കുറവായിരുന്ന ജനക്കൂട്ടത്തിൽ നിന്നും സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ആ നൂറിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവോസ് വേഗം ഇറങ്ങി വരും, എനിക്ക് ഇന്ന് നിജ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ അവരെല്ലാവരും പരിവർത്തൂ, ഇവർ പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്നത്. സക്കേവോസ് എഴുന്നേറ്റ് പറഞ്ഞു, തന്റെ സ്വത്തിൽ പലരും ഞാൻ ദരിദ്രം കൊടുക്കുന്നു, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ തിരുക്കത്തിൽ പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന ഈ കുടുംബത്തിന് ആശീർവദിക്കണമേ. പ്രത്യേകമായിട്ട് അങ്ങയുടെ പ്രത്യേക അനുഗ്രഹം കൃപയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴിയാറുമാൻ വേണ്ടി കാരണമായി മാറുന്ന ഈ കർത്താവിന്റെ ആശീർവദിക്കണമേ. ഈ ലോകത്തിലൂടെ ഞങ്ങളായിരിക്കുമ്പോൾ ഈശ്വരത്തിന്റെ സംരക്ഷണവും സാന്നിധ്യവും ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ കരുണയുണ്ടാകണമേ. കർത്താവേ
ഈ ഭവനത്തിന്റെ ആശീർവാദം പങ്കുകൊള്ളിരിക്കുന്ന നമുക്ക് ഈ ഭവനത്തിൽ വസിക്കുന്നവർക്ക് വേണ്ടി ഇവിടെ ഉപകാരികൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാണ്യവാനായ ദൈവമേ, ഈ കുടുംബങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഭവന നിർമ്മാണത്തിൽ പങ്കെടുത്ത ശില്പികളെയും തൊഴിലാളികളെയും ധനം കൊണ്ട് സമൂഹം സഹായിച്ച എല്ലാവരെയും അനുഗ്രഹം നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ബന്ധുമിത്രാദികളും അയൽവാസികളുമാണ് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ മക്കൾ നല്ലൊരാട്ട് വളരുവാനും വിശ്വാസം ജ്ഞാനത്തിൽ മടിയോടെ ജീവിക്കുവാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാര്യവാനായ ദൈവമേ, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അങ്ങേക്ക് നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യണമെന്ന് നമ്മുടെ കുടുംബങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ തിരുഹൃദയത്തിനാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഈ ഭവനത്തെയും ഇവിടെ വസിക്കുന്നവരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ രാജാവായിരിക്കണം. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾ നിയന്ത്രിക്കണം. പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളോട് ക്ഷമിക്കണം. ഇവിടെയുള്ളവരെയും മറന്നിരിക്കുന്നവരെയും അമ്മച്ചി എത്തിനായി ശരി. കേക്ക് കിട്ടിയ
கொடுத்தா மேஸ்திரிக்கு எங்கள் குடும்பத்துக்கு நாங்கள் என்றைக்கும் கடமைப்பட்டிருக்கோம் நன்றி சொல்கிறார். அதுபோல் இசையப்பா இந்த 2 பேரும் கையாள மேஸ்திரியும் நல்ல சகோதரர் போல என் சகோதரர் போல 2 பேரும் எந்த விதமான முகத்தாட்சினே இல்லாமல் மட்டும் இந்த பவனத்தை பூர்த்தி கொள்வதற்காக இயேசுவின் பேரில் ஹலோ கைஸ், நம்ம வீட்டுக்கு கேட்ரிங் சர்வீஸ் பண்ணது ராஜு அண்ணா அண்ட் டீம். இவங்க தான் வந்து நம்ம வீட்டுக்கு பண்ணியிருந்தாங்க. ஹவுஸ் வார்மிங் டேக்கு முதல் நாளே வந்துட்டாங்க. வந்து எல்லாம் அரேஞ்ச் பண்ணிவிட்டு காலையில் பிரேக்ஃபாஸ்ட்டு பரோட்டா அண்டு தோசை தான் வந்து இவங்க மெனுவில் இருந்துச்சு. அதாவது நம்ம மெனுவில் இருந்தது. அப்போ நமக்கு என்ன வந்து வெரைட்டி வேணாலும் இவங்க பண்ணி தருவாங்க. பிரியாணியாக இருக்கட்டும், ஃப்ரைட் ரைஸாக இருக்கட்டும், எதுனாலும் பண்ணி தருவாங்க. ஆனால் நமக்கு பிரேக்ஃபாஸ்ட்டுக்கு வந்து தோசையும் அதுக்கப்புறம் பரோட்டாவும் இருந்துச்சு. தோசை வேணுங்க தோசை சாப்பிட்டுக்கலாம், பரோட்டா வேணுங்கிறவங்க பரோட்டா சாப்பிட்டுக்கலாம். அதே மாதிரி பார்ட்டிக்கும் வந்து சேம் தான். அப்போ வந்து இந்த ஹோட்டல்லாம் ஆர்டர் பண்ணுவோம் இல்லையா, சுட சுட தோசை சுட சுட பரோட்டா அப்படின்னு சொல்லிட்டு 2 ஐட்டம்ஸ் வந்து இவங்க மெனுவில் இருந்துச்சு. நமக்கு வேணும்னா பரோட்டாக்கு பதிலாக பிரியாணி எதுனாலும் பண்ணிக்கலாம். நல்லா சூப்பராக வந்து சர்வீஸ் பண்ணியிருந்தாங்க. உங்கள் வீட்டுக்கு ஏதாவது ஃபங்க்ஷன் இருந்துச்சு அப்படின்னா இவங்களை கண்ணை மூடி மறக்காமல் கூப்பிடலாம். இவங்க சர்வீஸ் வந்து சூப்பராக இருந்துச்சு. ஓகே, சாப்பிட்டீங்களா? ஹாய் கூட சொல்ல மாட்டேங்காதவங்கப்பா. ஹாய் கூட சொல்ல மாட்டேங்கிறீங்களே. இந்தா எனக்கு போட்டு வைங்க, நான் வந்துடுறேன். மாடு கை கொடுத்தாடா அவளுக்கு வேண்டாப்பா, எங்களோட அது அப்பா வாங்கி இறச்சி மீன்லாம் பிள்ளை சாப்பிடவே மாட்டாங்க. ஒரு பிள்ளை தான் எனக்கு. சிக்கன் வைக்கவா? அங்கிட்ட இங்கிட்ட நடக்கும். ரெட்டை அமுத்தினா பதிவாயிரும்ல, ரெக்கார்டிங் ஆயிரும்ல. அது ஆகிட்டு தான் இருக்கு. இப்போ ரெட்டை அமைக்காச்சு ஆகிட்டு தான் இருக்கு. அப்படியே நீங்க ரெக்கார்ட் பண்ணனாச்சுல பக்கத்து க்ளோஸ் அப் வேணுமா? நீ சாப்பிட்டீங்களா? போதும்ல, போட்டோ ஹலோ கைஸ், நான் நிறைய பேருக்கு நன்றி சொல்ல வேண்டியது இருக்குது கைஸ். அதாவது நம்ம ஹவுஸ் வார்மிங் டேக்கு நமக்கு ஹெல்ப் பண்ணவங்களாக இருக்கட்டும், இந்த வீடு கட்டுறதுக்கு ஹெல்ப் பண்ணவங்களாக இருக்கட்டும், ஹெல்ப் பண்ணாதவங்களாக இருக்கட்டும், தடசம் பண்ணவங்களாக இருக்கட்டும், அப்புறம் இந்த பில்டிங் கட்டி கொடுத்தவங்களுக்காக இருக்கட்டும், எல்லாருக்குமே வந்து தேங்க்யூ ஸோ மச் கைஸ். அப்போது இவங்களுக்கு வேண்டி நான் ஸ்பெஷல் வீடியோ ஒன்று நான் வந்து போடுறேன். ஆனால் இப்போ வந்து எனக்கு டைம் இல்லாததுனால இந்த வீடியோவை வந்து நான் கொஞ்சம் டிலே ஆகிட்டு தான் நான் வந்து போஸ்ட் பண்ணுறேன் கைஸ். வெரி சாரி டிலே பண்ணதுக்கு. இப்போ நான் வந்து அங்கே இல்லை, எங்கள் வீட்டில் இல்லை, நான் கோயம்புத்தூர்
கோயம்புத்தூரில் தான் இருக்கிறேன். எனக்கு வீடியோ எடுக்க முடியல. எல்லாருக்கும் நன்றி சொல்லி ஒரு ஸ்பெஷல் வீடியோ போடணும் அப்படின்னு இருந்துச்சு. ஆனால் வந்து எனக்கு டைம் இல்லாதனால நெக்ஸ்ட் வீடியோ நான் கண்டிப்பாக வந்து எல்லாருக்கும் நன்றி சொல்லி வந்து நான் ஸ்பெஷல் வீடியோ போடுறேன். அப்போது வந்து நீங்கள் பார்த்தீங்க அப்படின்னா இந்த வீடியோ உங்களுக்கு பிடிச்சிருந்துச்சுன்னா மறக்காமல் வந்து லைக் கமெண்ட் எல்லாம் நீங்கள் பண்ணுங்கள். நெக்ஸ்ட் வீடியோவில் நம்ம மறுபடியும் மீட் பண்ணலாம். ஓகே கைஸ், எல்லாருக்கும் தேங்க்யூ ஸோ மச். இவர் இப்போ தான் வேலை செய்கிறாரு. வந்து இவ்வளோ நேரம் தூங்கி இருந்துச்சு. நைட்டு எத்தனை மணி? 11 மணி. இப்போ வந்து இன்னும் வேலை பார்த்துட்டு இருக்காரு. இவர் தெரியல, இவர் நேற்று காலையிலேருந்து வேலை ஸ்டார்ட் பண்ணுது. நைட்டெல்லாம் பந்தல் கட்டி இன்னியும் பந்தல் நல்லா இருக்கான்னு பார்த்துக்கிட்டு இருக்காரு. ஆனால் இன்னி பந்தல் கட்டி முடிஞ்ச பாடும் இல்லை.